ഹലോ, എൻ്റെ പേര് ടി ജെ എബ്രഹാം. ഞാൻ ഐലേൺ IAS അക്കാഡമിയുടെ ഡയറക്ടറാണ്. ഒരു IAS, IPS, IFS ആസ്പിറൻറ്റ് അവരുടെ ആ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യുന്ന ജേർണി തുടങ്ങുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു പ്രിലിംസ് കം മെയിൻസ് ക്ലാസ് റൂം പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക എന്നതാണ്. കേരളത്തിലെ ഒരു ലാസ്റ്റ് 5 years എടുത്താൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ റാങ്ക് ലിസ്റ്റിൽ കയറിയവർ അവരുടെ പ്രിലിംസ് കം മെയിൻസ് ബാച്ച് ചെയ്തത് ഐലേണിൻ്റെ പ്രിലിംസ് കം മെയിൻസ് ബാച്ച് പ്രോഗ്രാമാണ്. ഈ വീഡിയോയിൽ ഐലേണിൻ്റെ പ്രിലിംസ് കം മെയിൻസ് ബാച്ച് പ്രോഗ്രാമിൻ്റെ ഫീച്ചേഴ്സും ആ ഒരു ഇയർ ലോങ് പ്രോസസ്സും ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാം. നമുക്കൊരു ആസ്പിറൻ്റ് ഒരു ഡേ എടുക്കാം. ഒരു ദിവസം ആസ്പിറൻ്റ് രാവിലെ എഴുന്നേറ്റ് ഏകദേശം ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ അവരുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ, നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്ന ന്യൂസ് പേപ്പർ ഹിന്ദു ആണ്, ആ ന്യൂസ് പേപ്പറിൽ ഏതൊക്കെ ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾസ് ആണ് വായിക്കുന്നത് എന്ന് പറഞ്ഞ് ഐലേണിൻ്റെ ബീക്കൺ രാവിലെ വരും. ഇതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ സിവിൽ സർവീസ് എക്സാമിനേഷനിൽ കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റാണ് ന്യൂസ് പേപ്പർ വായിക്കുക എന്നത്. അപ്പോൾ ഒരു ഫ്രഷ് ആയിട്ടുള്ള ആസ്പിറൻറ്റിന് ഏത് ന്യൂസാണ് ഇമ്പോർട്ടൻ്റ്, ഏതാണ് അൺഇമ്പോർട്ടൻ്റ് എന്ന് അറിയണം നിർബന്ധമില്ല. ഇത് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഐലേണിൻ്റെ ബീക്കൺ വായിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഡെയിലി ഐലേണിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് 4 hours ആണ് ക്ലാസ് ഉണ്ടാവുക. സ്മാർട്ട് ക്ലാസ് റൂമാണ്, എയർ കണ്ടീഷൻ ക്ലാസ് റൂമാണ്, നല്ല അടിപൊളി ഫ്രണ്ട്സുമായിട്ട് ചേർന്ന് പഠിക്കാനുള്ള ലേണിംഗ് എൻവയൺമെൻ്റ് ആണ് ഐലേണിൻ്റെ ക്ലാസ് റൂം പ്രൊവൈഡ് ചെയ്യുക. ഇതൊരു ഹൈബ്രിഡ് ലേണിംഗ് മോഡലാണ്. ഹൈബ്രിഡ് ലേണിംഗ് മോഡൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ വന്ന് ഫിസിക്കലായിട്ട് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ഇനി ചില ദിവസങ്ങളിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരാൻ പറ്റിയില്ലെങ്കിൽ വീട്ടിലിരുന്ന് ലൈവായിട്ട് നമ്മുടെ ആപ്പിലൂടെ ക്ലാസ് കാണാം. ഇനി ഇൻ കേസ് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഡിഫിക്കൽട്ടി കാരണം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ലെങ്കിൽ ലൈവ് ക്ലാസ് കഴിഞ്ഞ ഉടനെ ഇത് റെക്കോർഡഡ് ആയിട്ട് നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആവും. നിങ്ങളുടെ സൗകര്യത്തിൽ ഈ ക്ലാസ്സസ് എന്ത് ചെയ്യാം, കാണും. ഇനി ഐലേണിൽ നമ്മളുടെ ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമാണ്. ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്ന പോലെ സിവിൽ സർവീസ് എക്സാമിനേഷൻ 3 സ്റ്റേജിലാണ് നടക്കുക: പ്രിലിംസ്, മെയിൻസ്, ഇൻ്റർവ്യൂ. നമ്മളിവിടെ എടുക്കുന്ന ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഒരു ടോപ്പിക്ക് പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ പ്രിലിംസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും മെയിൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കവർ ചെയ്യും. അതായത് പ്രിലിംസിൻ്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിനും മെയിൻസിൻ്റെ റിട്ടൺ എക്സാമിനേഷന് വേണ്ടിയിട്ട് ആദ്യം തൊട്ടേ നമ്മൾ ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പം ഡെയിലി നിങ്ങൾക്ക് 4 hours ക്ലാസ് ആണ്. വി സ്റ്റാർട്ട് അവർ ക്ലാസ് ഫോക്കസിങ് ഓൺ എ ഫ്രഷ് ആസ്പിറൻറ്റ്. അതായത് ഒരു NCERT ലെവലിൽ വളരെ ബേസിക്സ് തുടങ്ങി ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും അഡ്വാൻസ് കോൺസെപ്റ്റ് വരെ നമ്മൾ ക്ലാസ്സിൽ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ ജീവിതത്തിൽ പത്രം തൊട്ടിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ ഒരു NCERT ബുക്കും സിവിൽ സർവീസിന് വായിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ ആ ഒരു പ്രോസസ്സിലൂടെ വി വിൽ ടേക്ക് യു ഫ്രം 0 to 100. ഒരു പ്രീ റിക്വസിറ്റ്സും ഇല്ല ഐലേണിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിൽ വി ഗോട്ട് യു കവേർഡ്. ഇപ്പോൾ ഡെയിലി 4 hours ആണ് നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവുക. മൺഡേ ടു ഫ്രൈഡേ ആണ് നോർമലി ക്ലാസ്സസ് ഉണ്ടാവുക. മൺഡേ ടു ഫ്രൈഡേ 4 hours ഓഫ് ക്ലാസ്സസ്. കോഴ്സ് ഡ്യൂറേഷൻ ഏകദേശം ഒരു 11 to 12 months ആണ്. ഇനി ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റ് ചെയ്ത് റിവിഷനൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 4 മണിയാകുമ്പോൾ നമ്മുടെ ചായ് പേ ക്വസ്റ്റ്യൻ ഉണ്ട്, ഡെയിലി കറണ്ട് അഫയേഴ്സ് ടെസ്റ്റ്. രാവിലെ നിങ്ങൾ ബീക്കൺ വെച്ച് ഇമ്പോർട്ടൻറ്റ് ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് കവർ ചെയ്തിട്ടുണ്ട്. അത് ബേസ് ചെയ്തിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിലിംസ് ഏരിയാസിൽ നിന്നുള്ള ടെസ്റ്റാണ് നമ്മുടെ ചായ് പേ ക്വസ്റ്റ്. വൈകുന്നേരം ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോൾ നിങ്ങൾ ഓൾറെഡി പത്രം വായിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം, എങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിലിംസ് എഡ്ജ് ഉണ്ട്. അന്നത്തെ ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾസിൽ പ്രിലിംസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നമ്മൾ കമ്പൈൽ ചെയ്ത് തരും. പിന്നെ സിവിൽ സർവീസ് എക്സാമിനേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഡെയിലി ആൻസർ റൈറ്റിംഗ്. അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്നത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ന്യൂസ് പേപ്പർ ആർട്ടിക്കിളിൽ നിന്ന് ഒരു മെയിൻസ് ആർട്ടിക്കിളും പ്രിലിംസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ പ്രിലിംസ് ആർട്ടിക്കിൾ കൂടുതൽ ഫാക്ച്വലാണ്, മെയിൻസ് ആർട്ടിക്കിൾ കൂടുതൽ അനാലിസിസ് ആണ്. അപ്പോൾ നമ്മളൊരു മെയിൻസ് ആർട്ടിക്കിളും അതുകൂടാതെ അത് ബേസ് ചെയ്ത് ഒരു സാമ്പിൾ ക്വസ്റ്റിന് അതിൻ്റെ കീയും നമ്മൾ ഡെയിലി ബേസിസിൽ നിങ്ങൾക്ക് തരുന്നുണ്ടാവും. സോ ദിസ് ഇസ് ടിപ്പിക്കലി എ ഡേ അറ്റ് ഐലേൺ. We got you completely covered. So you have classes from Monday to
ഫ്രൈഡേ. സാറ്റർഡേ ക്ലാസ് ഇല്ല എന്ന് വിചാരിക്കരുത്. സാറ്റർഡേ നമ്മുടെ സ്പെഷ്യൽ കറണ്ട് അഫെയർ സെഷൻസ് ഉണ്ട്. സിവിൽ സർവീസിനെ ബാക്കി എക്സാമിനേഷനിൽ നിന്നും ഡിഫറെൻ്റ് ആക്കുന്നത് സിവിൽ സർവീസിൻ്റെ കറണ്ട് അഫെയർസ് ഫോക്കസാണ്. അതുകൊണ്ട് ആ ആഴ്ചയിലുള്ള എല്ലാ ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫെയർസ് ടോപ്പിക്സ് പ്രിലിംസിനും മെയിൻസിനും വേണ്ടത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സാറ്റർഡേ ഖാന ക്ലാസ്സസ് ഉണ്ട്. ഇപ്പോൾ സാറ്റർഡേ ഖാന ക്ലാസ്സസ് 4.5 hours ആണ് സാറ്റർഡേ ഖാന ക്ലാസ്സസ്. അതിൽ 3 hours നിങ്ങൾക്ക് മെയിൻസ് ടോപ്പിക്സും 1.5 hour നിങ്ങൾക്ക് പ്രിലിംസ് ടോപ്പിക്സും കവർ ചെയ്യും. അങ്ങനെ ആ ആഴ്ചയിലത്തെ കറണ്ട് അഫെയർസ് ഫുള്ളും എന്ത് ചെയ്യും, നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് കവർ ചെയ്യും. ക്ലാസ്സസ് മാത്രം അറ്റൻഡ് ചെയ്തുകൊണ്ട് എന്തില്ല, കാര്യമില്ല. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ റെഗുലർ ആയിട്ടുള്ള ടെസ്റ്റാണ്. ഐലേണിൽ വീക്ക്ലി പ്രിലിംസ് ടെസ്റ്റ് ഉണ്ട്. ഒരാഴ്ച ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബേസ് ചെയ്തിട്ടുള്ള പ്രിലിംസ് ടെസ്റ്റ് നെക്സ്റ്റ് വീക്ക് ഉണ്ടാകും. ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ടെസ്റ്റാണ്. ആ ടെസ്റ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു പ്രിലിംസ് ടാക്കിൾ ചെയ്യുന്നതെന്ന് റെഗുലറായിട്ട് ഒരു പ്രാക്ടീസ് കിട്ടും. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് റെഗുലർ ആയിട്ടുള്ള മെയിൻസ് ടെസ്റ്റും ഉണ്ട്. മെയിൻസ് ടെസ്റ്റ് റിട്ടൺ ടെസ്റ്റാണ്, വെരി വെരി ക്രിട്ടിക്കൽ ഫോർ സിവിൽ സർവീസ് എക്സാമിനേഷൻ. നിങ്ങൾക്ക് റെഗുലറായിട്ട് മെയിൻസ് ടെസ്റ്റും, ഈ മെയിൻസ് ടെസ്റ്റിൽ നിങ്ങൾ എഴുതിയേക്കുന്ന ആൻസേഴ്സ് നിങ്ങളുടെ മെൻറ്റേഴ്സ് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്ത് തരും. ഇപ്പോൾ നമ്മൾ മെൻറ്റേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തല്ലോ. ഐലേണിനെ ബാക്കി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വളരെ വ്യത്യസ്തമാക്കുന്ന ഒരു ഫീച്ചറാണ് നമ്മുടെ പേഴ്സണൽ മെൻറ്റർഷിപ്പ്. ഇപ്പോൾ ഐലേണിൻ്റെ സക്സസ് വീഡിയോസും ടെസ്റ്റിമോണിയൽസും കാണുവാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനൊപ്പം തന്നെ കുട്ടികൾ ഏറ്റവും കൂടുതൽ താങ്ക് ചെയ്യുന്ന അവരുടെ മെൻറ്റേഴ്സിനെയാണ്. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ ഏകദേശം ഒരു 120 സ്റ്റുഡൻസ് ആയിരിക്കും ഉണ്ടാവുക. അവർ ഓരോരുത്തരെയും നമ്മളൊരു 15 to 17 ചെറിയ ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് അവർക്ക് നമ്മളൊരു മെൻറ്ററിനെ കൊടുക്കും. മെൻറ്ററിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുമ്പേ ഈ പരീക്ഷ യാത്ര ചെയ്ത് ചിലപ്പോൾ സർവീസിൽ കയറിയവരോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ വരെ പോയവരോ ആയിരിക്കും ഈ പരീക്ഷയിൽ നിങ്ങളുടെ മെൻറ്റർ. അല്ലെങ്കിൽ someone who has given 3 to 4 മെയിൻസ് അറ്റംപ്റ്റ്. ഈ മെൻറ്റർ എല്ലാ വീക്കും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങളുടെ ഒരു ഫ്രണ്ട്, ഫിലോസഫർ ആൻഡ് ഗൈഡ് ആയിരിക്കും ഈ മെൻറ്റർ. ക്ലാസ്സിൽ നമ്മൾ എല്ലാവർക്കും കണ്ടൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിലും ഓരോ കുട്ടിയും യുണീക്കാണ്, സ്പെഷ്യലാണ്. ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ച് ഗൈഡ് ചെയ്യുക എന്നതാണ് ഒരു മെൻറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റി. എന്തൊക്കെ പഠിക്കണമെന്ന് ക്ലാസ്സിൽ കവർ ചെയ്യും, പക്ഷെ ഓരോ കുട്ടിക്ക് ആവശ്യമുള്ള രീതിയിൽ എങ്ങനെ പഠിക്കണം എന്നതാണ് മെൻറ്റർ ചെയ്യുക. അക്കാഡമിക് സപ്പോർട്ട് മാത്രമല്ല, ഇതൊരു ലോങ് ജേണിയാണ്. ഇതിൻ്റെ അപ്സ് ആൻഡ് ഡൗൺസിലൂടെ നിങ്ങളെ ഗൈഡ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സക്സസ്സിലേക്ക് എത്തുന്നത് നിങ്ങളുടെ മെൻറ്ററാണ്. സോ ദിസ് ഇസ് ദ ജനറൽ ആക്ടിവിറ്റീസ് ഓഫ് എ വീക്ക്. നിങ്ങളുടെ ക്ലാസ്സുകൾ തുടങ്ങി. മെയ്, ജൂൺ, ജൂലൈയിലൊക്കെ നമുക്ക് ബാച്ചസ് ഉണ്ട്. ക്ലാസ്സുകൾ തുടങ്ങി നമ്മൾ ഇങ്ങനെ പഠിച്ച് പോയി ഏകദേശം ഒരു ഡിസംബർ ആകുമ്പോൾ നിങ്ങളുടെ പ്രിലിംസ് ടെസ്റ്റ് സീരീസ് തുടങ്ങും. നിങ്ങൾക്ക് വീക്ക്ലി ക്ലാസ് ടെസ്റ്റുകളുണ്ട് പ്രിലിംസിനും മെയിൻസിനും. പക്ഷേ പ്രിലിംസ് ടെസ്റ്റ് സീരീസ് എന്ന് വരുന്ന പ്രിലിംസിനെ സ്പെഷ്യലായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഐലേണിൻ്റെ ഇൻ്റഗ്രേറ്റഡ് പ്രിലിംസ് ടെസ്റ്റ് സീരീസ്. ഈ ഇൻ്റഗ്രേറ്റഡ് പ്രിലിംസ് ടെസ്റ്റ് സീരീസ് ഈ കോഴ്സിൽ ഇൻക്ലൂഡഡ് ആണ്. പ്രിലിംസ് ടെസ്റ്റ് സീരീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഡീറ്റെയിൽഡ് ടൈം ടേബിൾ തരും. ഓരോ ആഴ്ചയും ഒരു സബ്ജക്റ്റ് പഠിക്കാനുണ്ടാവും. UPSC മോഡലിൽ 100 ക്വസ്റ്റ്യൻസിൻ്റെ ടെസ്റ്റുകളുണ്ടാവും. അതോടൊപ്പം തന്നെ ടെസ്റ്റ് ഡിസ്കഷൻ ഉണ്ടാവും, സ്ട്രാറ്റജി സെഷൻ ഉണ്ടാവും, മെൻറ്റർഷിപ്പ് ഉണ്ടാവും. ഇതൊക്കെയുള്ള ഒരു എക്സാമിനേഷൻ പ്രോസസ്സാണ് പ്രിലിംസ് ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത്. അതും ഈ കോഴ്സിൽ എന്താണ്, ഇൻക്ലൂഡഡ് ആണ്. ഈ പ്രിലിംസ് ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് പ്രിലിംസ് വരെ ഉണ്ടാവും. പ്രിലിംസ് കഴിഞ്ഞ ഉടനെ നിങ്ങൾ പ്രിലിംസ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അടുത്ത റൗണ്ട് എന്ന് പറഞ്ഞാൽ സിവിൽ സർവീസിൻ്റെ മെയിൻ എക്സാമിനേഷനാണ്. മെയിൻ എക്സാമിനേഷൻ റിട്ടൺ എക്സാമിനേഷനാണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആൻസർ റൈറ്റിങ്ങിന് നിങ്ങൾക്ക് സപ്പോർട്ട് വേണ്ടത്. അതിനാണ് നമുക്ക് മെയിൻസ് ടെസ്റ്റ് സീരീസ് ഉള്ളത്. സിവിൽ സർവീസ് പാറ്റേണിൽ എല്ലാ ആഴ്ചയും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഒരു ടോപ്പിക് ഉണ്ടാവും. അത് ബേസ് ചെയ്ത് വാല്യൂ എഡിഷൻ സെഷൻസ് ഉണ്ടാവും, മെൻറ്റർഷിപ്പ് ഉണ്ടാവും, ഡെയിലി ആൻസർ റൈറ്റിംഗ് ഉണ്ടാവും. നിങ്ങളുടെ പേപ്പേഴ്സ് എക്സ്പേർട്ട് കറക്റ്റ് ചെയ്ത് വാല്യുവേറ്റ് ചെയ്ത് ഫീഡ്ബാക്ക് തരും. അങ്ങനെ ഒരു മെയിൻസിനുള്ളൊരു കംപ്ലീറ്റ് പ്രിപ്പറേഷനാണ് മെയിൻസ് ടെസ്റ്റ് സീരീസ്. ഈ മെയിൻസ് ടെസ്റ്റ് സീരീസും നിങ്ങളുടെ പ്രിലിംസ് കം ബാച്ചിൽ എന്താണ്, ഇൻക്ലൂഡ് ആണ്. മെയിൻസ് കഴിഞ്ഞു, മെയിൻസ് നിങ്ങൾ സക്സസ്ഫുള്ളായി. അടുത്ത സ്റ്റേജാണ് എന്ത്, ഇൻ്റർവ്യൂ. ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ്, അതായത് 1-on-1 സെഷൻസ്, നിങ്ങളുടെ ഡീറ്റെയിൽഡ് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാനുള്ള സപ്പോർട്ട്, മോക്ക് ടെസ്റ്റ്, അതായത് ഓൾ സീനിയർ ബ്യൂറോക്രാറ്റ്സ്, IAS IPS ഓഫീസേഴ്സ്, UPSCയിൽ നിന്ന് റിട്ടയർ ചെയ്ത പാനൽ മെമ്പേഴ്സ്, ഇവരെയൊക്കെ വെച്ച് നിങ്ങൾക്ക് മോക്ക് ഇൻ്റർവ്യൂസ് തരുന്നുണ്ടാവും. പിയർ ഗ്രൂപ്പ്സ് ഉണ്ടാവും.
ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു പ്രോസസ്സാണ് ഇൻ്റർവ്യൂ ഗൈഡൻസ് പ്രോഗ്രാം. അതും നിങ്ങളുടെ ഈ പ്രിലിംസ് മെയിൻസ് ബാച്ചിൽ എന്താണ് ഇൻക്ലൂഡഡ് ആണ്. ചുരുക്കം പറഞ്ഞാൽ എവറിത്തിങ് ഇസ് വാട്ട് ഇൻക്ലൂഡഡ് ഇൻ ദിസ് പെർട്ടിക്കുലർ പ്രോഗ്രാം. അതായത് NCERT തുടങ്ങി ഇൻ്റർവ്യൂ ക്വാളിഫൈ ചെയ്യുന്ന ഫുൾ സപ്പോർട്ടും ഈ പ്രോഗ്രാമിൽ എന്താണ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ആണ്. അവിടെ തീർന്നില്ല. സിവിൽ സർവീസ് ചിലപ്പോൾ നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടണമെന്നില്ല, നിർബന്ധമില്ല. പല ആൾക്കാരും ടോപ്പ് റാങ്ക്സിൽ എത്തുന്നത് അവിടെ സെക്കൻഡും തേർഡ് അറ്റംപ്റ്റിലാണ് കിട്ടുക. അപ്പോൾ ഇവിടെയാണ് ഏറ്റവും ക്രിട്ടിക്കലായിട്ട് കണ്ടിന്യൂസ് സപ്പോർട്ട് എന്നൊരു കാര്യം വരിക. നിങ്ങളുടെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പ്രിലിംസ് പോയി എന്നിരിക്കട്ടെ, അവർ ഗൈഡൻസ് വിൽ നോട്ട് സ്റ്റോപ്പ് ദെയർ. We will continue our support till you make it into UPSC rank list. That is, നിങ്ങൾക്ക് പ്രിലിംസ് മിസ് ഔട്ട് ആയിരിക്കട്ടെ, അവിടെ you will have support for the next attempt. First you will have our power group. പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പ്രിലിംസ് കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റിൽ കയറിയില്ലെങ്കിൽ നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കണ്ടൻറ്റ് കൂടുതലും സ്ട്രെങ്തൻ ചെയ്യണം, നമ്മുടെ നോട്ട്സ് ബെറ്റർ ആക്കണം, നമ്മുടെ ആൻസർ റൈറ്റിംഗ് ഇമ്പ്രൂവ് ആക്കണം. അതിനുവേണ്ടി നമ്മുടെ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് കണ്ടൻറ്റ് ഇമ്പ്രൂവ് ചെയ്യാനും ആൻസർ റൈറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യാനും നോട്ട് മേക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെയുള്ള എന്തുണ്ടാവും സെഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് MTSന് ഇക്വലൻ്റ് ആയിട്ട് മെയിൻസ് ടെസ്റ്റ് സീരീസിന് ഇക്വലൻ്റ് ആയിട്ട് ഒരു മെയിൻസ് ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാം നിങ്ങൾക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഐലാൻഡ് PCM ബാച്ച് ഒരു പ്രാവശ്യം എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങളുടെ അപ്കമിങ് അറ്റംപ്റ്റ്സിന് പ്രിലിംസ് ടെസ്റ്റ് സീരീസ് എടുക്കാം ഫ്രീ ആയിട്ട്. പ്രിലിംസ് ടെസ്റ്റ് സീരീസ് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴാണോ മെയിൻസ് ക്വാളിഫൈ ചെയ്യുന്ന മെയിൻസ് ടെസ്റ്റ് സീരീസും നിങ്ങളുടെ ഈ പ്രോസസ്സ് നിങ്ങളുടെ ഈ കോഴ്സിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് വീണ്ടും എടുക്കാൻ വേണ്ടി പറ്റും. ഇൻ കേസ് കിട്ടിയില്ലെങ്കിൽ വീണ്ടും ഈ ലൂപ്പ് പവർ ഗ്രൂപ്പും മെയിൻസ് ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാം വഴി കണ്ടിന്യൂ ചെയ്യാം. അത് മാത്രമല്ല, നമ്മൾ ഒരു പ്രാവശ്യം ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സപ്പോർട്ടാണ് കറണ്ട് അഫെയർസിൻ്റെ സപ്പോർട്ട്. അപ്പം ഒരു പ്രാവശ്യം ഐലാൻഡ് PCM ബാച്ചിൽ ജോയിൻ ചെയ്താൽ സാറ്റർഡേ വരുന്ന കാന ക്ലാസ്സസ് നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും എന്ത് ചെയ്യാം, വീണ്ടും കാണാം. ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾ ഐലാൻഡിൽ പ്രിലിംസ് മെയിൻസ് ബാച്ചിന് ജോയിൻ ചെയ്താൽ റാങ്ക് ലിസ്റ്റിൽ കയറുന്നവരെ, നിങ്ങളുടെ ഡ്രീം ഫുൾഫിൽ ആവുന്നവരെ ഇവിടെയുള്ള എല്ലാ ടീച്ചേഴ്സും മെൻറ്റേഴ്സും നമ്മുടെ സിസ്റ്റവും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇത്രയും സിസ്റ്റമാറ്റിക്കും മെട്രിക്കുലസും ആയിട്ട് ഡിസൈൻ ചെയ്തതുകൊണ്ടാവാം ഞാൻ ആദ്യം പറഞ്ഞ പോലെ കേരളത്തിൽ UPSC റാങ്ക് ലിസ്റ്റിൽ കയറിയ കുട്ടികളെടുത്ത് നോക്കിയാൽ അവിടെ മെജോറിറ്റി ആൾക്കാരും അവരുടെ പ്രിലിംസ് മെയിൻസ് ബാച്ച് ചെയ്തത് ഐലാണാണ്. ഇന്ന് നമ്മുടെ യൂട്യൂബിൽ ടെസ്റ്റിമോണിയൽസ് കാണുവാണെങ്കിൽ ഇന്ന് കേരളത്തെ നയിക്കുന്ന പല കളക്ടർമാരും സബ് കളക്ടേഴ്സും അവരുടെ പ്രിലിംസ് മെയിൻസ് ബാച്ച് ചെയ്തത് ഐലാണിലാണ്. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓഫീസിൽ കോൺടാക്റ്റ് ചെയ്യാം. ബ്രോഷറും ബാക്കി ഡിസ്ക്രിപ്ഷനും താഴത്തെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു. ഹോപ്പ് ടു സീ യു സൂൺ.